വാർത്തയിലേക്ക്. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പിരിവിൽ നടന്നത് വൻ തട്ടിപ്പ്. ബിരിയാണി ചലഞ്ചിന്റെയും പായസ ചലഞ്ചിന്റെയും വരെ പണം മുക്കിയെന്ന പരാതിയുമായി മണ്ഡലം കമ്മിറ്റികൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനടക്കം പരാതി ലഭിച്ചു. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന്. വയനാട് ദുരന്തബാധിതർക്ക് 30 വീടുകൾ നിർമ്മിക്കാൻ വ്യാപകമായി പണപ്പിരിവ് നടത്തി. പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് മുതൽ പായസ ചലഞ്ചുകൾ വരെ നടത്തി. പക്ഷേ ജനങ്ങൾ ചലഞ്ചുകൾ വഴി നൽകിയ പണം എവിടെ പോയെന്നതാണ് തർക്കം. നിയോജക മണ്ഡലം കമ്മിറ്റികൾ പണത്തിന്റെ കണക്കുകൾ നിരത്തി KPCC യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകിക്കഴിഞ്ഞു. കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി മാത്രം വിറ്റത് 1200 ബിരിയാണികളാണ്. ഒരു ബിരിയാണിക്ക് 120 രൂപ നിരക്കിൽ പിരിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല ബിരിയാണി ഉണ്ടാക്കാനായി അരിയും മറ്റു സാധനങ്ങളുമെല്ലാം സംഭാവനയായി ലഭിച്ചതുമാണ്. മണ്ഡലം കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് സംസ്ഥാന കമ്മിറ്റി കൈമാറേണ്ടത് ബിരിയാണി ചലഞ്ചിൽ മാത്രം 1,20,000 രൂപയാണ്. പക്ഷേ കാട്ടാക്കട നിയോജകമണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ 88 ലക്ഷം രൂപയുടെ കണക്ക് അവതരിപ്പിക്കുന്നതുവരെ നൽകിയത് 10,000 രൂപയ്ക്ക് താഴെയെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ബാക്കി തുക എവിടെ പോയെന്നാണ് പരാതിയിൽ ചോദിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ഡാനിയലിനെതിരെ നടപടി വേണമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനും നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം വയനാട് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ പിരിച്ചെടുത്ത പണം തിരിമറി നടത്തിയ 11 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു. പെരിന്തൽമണ്ണ, മങ്കട, തിരൂരങ്ങാടി, തിരൂർ, താനൂർ, ചേലക്കര, ചെങ്ങന്നൂർ, കഴക്കൂട്ടം, കാട്ടാക്കട, കോവളം, വട്ടിയൂർക്കാവ് എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ ഫണ്ട് പിരിവിന്റെ കണക്ക് ചോദിച്ചവർക്കെതിരെയാണ് നടപടിയെന്നാണ് മറുവിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.